T20 വേൾഡ് കപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇതിനു മുന്നോടിയായിട്ട് BCCI സെക്രട്ടറി ജയ് ഷാ വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ടീമിന് പുതിയ കോച്ച് വരാൻ പോവുകയാണ്. അതുമാത്രമല്ല, ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വന്നേക്കും. അപ്പോൾ ജയ് ഷാ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ സന്നാഹ മത്സരം നാളെയാണ്. ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ ടീമിന് പുതിയൊരു കോച്ചിനെ ആവശ്യമാണ്. ദ്രാവിഡ് T20 വേൾഡ് കപ്പോടെ പടിയിറങ്ങുകയാണ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ കോച്ചിങ്ങിനെ പറ്റി ജയ് ഷാ വലിയ പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ജയ് ഷാ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ദ്രാവിഡ് മികച്ചൊരു കോച്ചായിരുന്നു. ഇന്ത്യൻ ടീമിനെ നല്ല രീതിയിലാണ് ദ്രാവിഡ് നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ദ്രാവിഡിനെ പടിയിറങ്ങാൻ സമയമായി. ഇനി ഞങ്ങൾക്ക് പുതിയൊരു കോച്ചിനെ ആവശ്യമാണ്. ഞങ്ങൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഒരുപാട് മുൻ താരങ്ങൾ അപേക്ഷ നടത്തിയിരിക്കുകയാണ്. പുതിയ കോച്ചിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. T20 വേൾഡ് കപ്പ് അവസാനിക്കുന്നതോടെ ആരായിരിക്കും ഇന്ത്യയുടെ പുതിയ കോച്ച് എന്നത് ഞങ്ങൾ പ്രഖ്യാപിക്കും. ഫ്ലെമിംഗ്, ഗംഭീർ, റിക്കി പോണ്ടിങ് തുടങ്ങി ഒരുപാട് താരങ്ങൾ ഞങ്ങളുടെ പരിഗണനയിലുണ്ട്. വിദേശ കോച്ചിനേക്കാൾ ഞങ്ങൾ ഇന്ത്യൻ താരങ്ങളെയാണ് പരിഗണിക്കുന്നത്. T20 വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. കോച്ചും ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും മാറും. ഇന്ത്യൻ ടീമിൽ വലിയ അഴിച്ചുപണി ഞങ്ങൾ നടത്തുമെന്ന് ജയ് ഷാ വ്യക്തമാക്കി. ഗംഭീർ കോച്ചായിട്ട് വരുമെന്നത് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഗംഭീർ കോച്ചാകുമ്പോൾ ആരായിരിക്കും ഇന്ത്യയുടെ പുതിയ ക്യാപ്റ്റൻ എന്നത് വ്യക്തമല്ല. രോഹിത് ശർമ്മയെ T20 വേൾഡ് കപ്പോടെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്നാണ് റിപ്പോർട്ട്. രോഹിത് ശർമ്മയുടെ കാലാവധി കഴിയുകയാണ്. പാണ്ഡ്യയ്ക്കാണെങ്കിൽ ആ പഴയ ക്യാപ്റ്റൻസി പവർ ഇപ്പോഴില്ല. ചിലപ്പോൾ പാണ്ഡ്യ ഒഴിവാക്കാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ ക്യാപ്റ്റൻ ഇന്ത്യൻ ടീമിന് വന്നേക്കും. അപ്പോൾ ഇന്ത്യയുടെ അടുത്ത ക്യാപ്റ്റൻ ആരായിരിക്കണം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.